ഇന്ന് നമുക്ക് നല്ലൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇടിയപ്പമൊന്നും നൂലപ്പമൊന്നും ഒക്കെ പറയാം, എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും പുതുതായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്ത് പഠിച്ചു വരുന്നവർക്ക് എളുപ്പം പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ആദ്യം ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ പാത്രത്തിൽ തന്നെ വെള്ളം ബോയിലാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം ഒന്ന് ഓയിൽ തേച്ച് ഗ്രീസ് ചെയ്ത് മാറ്റി വെക്കാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് എന്ന വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പിട്ട് പൊടി ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ കുറച്ച് ഓയിലിട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് പീച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ വെള്ളം ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അത് ലാസ്റ്റ് കുറച്ച് വെള്ളം പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് വറ്റിപ്പോവും. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു സേവനാഴി എടുക്കുക. ഇനി പാത്രത്തിൽ തേങ്ങ ഒക്കെ വെച്ച് ഇതിൻ്റെ അകത്ത് ഒരുപാട് മാവ് കുത്തി നിറച്ച് വെക്കരുത്, കുറച്ച് ലൂസാക്കി തന്നെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് പീച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇടിയപ്പം റെഡിയാക്കി കിട്ടും. അത് മട്ടൻ കറി, ചിക്കൻ കറി, ബീഫ് ഒന്നുമില്ല എങ്കിൽ നമ്മുടെ നാടൻ കടലക്കറി ഉപയോഗിച്ചാൽ നമുക്ക് കഴിക്കാം. അതല്ല എങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കഴിച്ചാൽ അടിപൊളി കോമ്പിനേഷനാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ സൂപ്പർ റെസിപ്പി.